ഉള്ളൊഴുക്ക്, ഉള്ളിലെ ഒഴുക്കുകൾ സിനിമയ്ക്ക് ചേരുന്ന പേര് തന്നെയാണ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റോ ടോമി, കറി ആൻഡ് സൈനൈഡ്. അതായത് നമ്മൾ പത്രത്തിലൊക്കെ കണ്ടിട്ടുള്ള ഒരു മുഖം ജസ്റ്റ് ഒരു ഫോട്ടോ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് ഭീതി ഉണ്ടാവുന്ന തരത്തിൽ ചെയ്ത് ഫലിപ്പിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയാണ്. സിനിമയിൽ അതിഗംഭീരമായിട്ടുള്ള അഭിനയമുഹൂർത്തങ്ങൾ കാണാൻ സാധിക്കും. ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു മെലോ ഡ്രാമയായിട്ടുള്ള ഒരു സെൻറ്റിമെൻ്റൽ സിനിമയാണ്. ത്രൂ ഔട്ട് സിനിമയിൽ കരച്ചിൽ ഒരു പ്രധാനമാണ്. സ്ലോ പേസിൽ പോകുന്നൊരു പടമാണ്. പാർവതി തിരുവോത്ത് അത് ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉള്ള, ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള, അത് ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രമാണ്. ഗംഭീരമായിട്ട് പാർവതി ചെയ്തിട്ടുണ്ട്. രണ്ടുപേരുടെ അഭിനയങ്ങൾ തമ്മിലുള്ള മത്സരം പല സീനിലും കാണാൻ സാധിച്ചു. പക്ഷേ ഉർവശി ചേച്ചി വേറെ ലെവലാണ്. നമുക്കൊന്നും പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഒന്നും പറയാനൊന്നുമില്ല. ഉർവശി ചേച്ചി ഒരു സീനുണ്ട്. ഒരു സീനിൽ ഒരു ഒറ്റ ഡയലോഗിൽ അവരുടെ പാസ്റ്റ് പറയുന്ന ഒരു സീനുണ്ട്. ക്യാമറ ഇങ്ങനെ ഫോക്കസ് ആയിക്കൊണ്ടിരിക്കും മുഖത്തോട്ട്. അതിൽ ഓരോ സെക്കൻഡിൽ ഓരോ ഡയലോഗ് പറയുമ്പോഴും മിന്നെ മറയുന്ന എക്സ്പ്രഷൻസ് ഉണ്ട്. അതിൽ അവരുടെ ജീവിതം ഒരൊറ്റ സാധനത്തിൽ നമുക്ക് കിട്ടും. എന്താണ് അവരുടെ ക്യാരക്ടർ, എന്താണ്, ഏതിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ത്രൂ ഔട്ട് വേറെ ലെവലായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെ പെർഫോമൻസ് വെച്ചിട്ട് തന്നെ ഈ പടം വേർത്താണ്. അതുപോലെ തന്നെ പ്രശാന്ത് മുരളി, പുള്ളി കിട്ടിയ ഏറ്റവും നല്ലൊരു കഥാപാത്രമാണ് ഈ സിനിമയിലുള്ളത്. കാരണം അതും അങ്ങനെ എളുപ്പത്തിൽ ചെയ്തു പോകാൻ പറ്റുന്ന ഒരു കഥാപാത്രമല്ല. വളരെ കുറച്ചേ ഉള്ളൂ എങ്കിലും ഗംഭീരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും. അർജുൻ രാധാകൃഷ്ണൻ, അതായത് കണ്ണൂർ സ്കോഡ് സിനിമയിലുണ്ടായിരുന്ന വില്ലൻ, പുള്ളിയുടെ ഒരു ക്യാരക്ടർ അടിപൊളിയായിരുന്നു. അലൻസിയർ, ജയ കുറുപ്പ്, പേരില്ലൂർ പ്രീമിയർ ലീഗിലുള്ള ചേച്ചി, ഷെബിൻ ബെൻസൺ, സ്മൃതി അനീഷ്, അവരും അടിപൊളിയായിരുന്നു. അവർ ഈ ഉർവശിയുടെ മകളായിട്ട് വരുന്ന ഒരു കഥാപാത്രമാണ്. വീണ നായർ ഒരു സിസ്റ്ററായിട്ടുണ്ട്. നമ്മുടെ ബിഗ് ബോസിലെ വീണ നായരല്ല. ടെക്നിക്കൽ സൈഡ് ഓൾസോ കിടുവായിരുന്നു. സുഷീൻ ശ്യാം ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. പണ്ടൊക്കെ നമ്മൾ സിനിമ കാണാൻ പോണ സമയത്ത് ഇടയിൻ്റെ പടം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ആരഭിനയിച്ച പടമെന്നായിരുന്നു പ്രയോറിറ്റി. പിന്നെ ഇപ്പം സംവിധായകൻ ആരാണെന്നും കൂടി നോക്കിയിട്ടൊക്കെയാണ് ആൾക്കാർ സിനിമയെ വിലയിരുത്തുന്നത്. ഇപ്പം സുഷീൻ ശ്യാം ചെയ്തൊരു സിനിമയാണെങ്കിൽ അതിൽ എന്തെങ്കിലും കാണുമെന്നുള്ളൊരു വിശ്വാസം ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. അത് മലയാളത്തിൽ അപൂർവമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് സുഷീൻ ശ്യാം. കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ പുള്ളി ചെയ്യണ പടത്തിൽ ആ ഒരു സാധനമൊന്നുമല്ല ഇതിൽ. സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അത് ഭയങ്കര, അത് നമ്മളിൽ കണക്ട് ചെയ്യുന്നതിൽ സുഷീൻ ശ്യാമിൻ്റെ പങ്ക് വളരെ വലുതാണ്. സുഷീൻ ശ്യാമിന് പകരം ഒരു സീരിയലിൻ്റെ BGM ഒക്കെ ഇടുന്ന ആൾക്കാരാണ് ഇത് എടുത്ത് വെച്ചിട്ട് ഈ ചെയ്യാൻ പോയിരുന്നെങ്കിൽ ഇത് കറക്റ്റായിട്ടൊരു സീരിയലായിട്ട് മാറേണ്ട ഒരു സാധ്യത ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഷെന്നദ് ജലാൽ സിനിമാറ്റോഗ്രാഫി, ബ്രഹ്മയുഗത്തിൻ്റെ സിനിമാറ്റോഗ്രാഫറാണ്. കിരൺദാസിൻ്റെ എഡിറ്റിംഗ് ആയാലും, ജയദേവൻ ചക്കടത്ത് അദ്ദേഹത്തിൻ്റെ സൗണ്ട് ഡിസൈൻ ആണെങ്കിലും, ആർട്ട് ആരെന്ന് എനിക്കറിയത്തില്ല, ഭയങ്കര വർക്കായിരുന്നു കേട്ടോ. ഒരു വെള്ളമൊക്കെ കയറുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. വെള്ളപ്പൊക്കമൊക്കെ ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. മഴയൊക്കെ, സൗണ്ട് മിക്സിങ്ങിൻ്റെ കാര്യം പറഞ്ഞാലും മഴ നമുക്ക് ഇത്രയും സ്പീക്കർ തിയേറ്ററിലുണ്ടാകും നോക്കിപ്പോവും. എല്ലായിടത്തും മഴ. ചില സിനിമകളിലൊക്കെ ഫ്രണ്ടിൽ സ്ക്രീനിൻ്റെ അവിടെ സൈഡിലും ബാക്കിലും ഒക്കെ മഴ ഉണ്ട്. ഇതിങ്ങനെ നമ്മൾ നല്ല മണ്ടയിൽ കൂടി വീഴുമ്പോൾ തോന്നുന്നു. അത്രയ്ക്ക് റിയലിസ്റ്റിക് ആയിട്ട് സിനിമ കൊണ്ടുപോയി ഈ ടെക്നിക്കൽ സൈഡ് നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. അതുപോലെ സ്ക്രിപ്റ്റ് വളരെ ഡെപ്തുള്ള ഒരു സ്ക്രിപ്റ്റാണ്. ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ഒരുപാട് കോൺഫ്ലിക്ട്സ്, അവരുടെ ലെയേഴ്സ്, എല്ലാ കഥാപാത്രങ്ങൾക്കും അവരുടേതായ തെറ്റുകൾ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ മറ്റുള്ളവരുടെ തെറ്റ് വലുതായിട്ട് കാണുമ്പോഴാണ് ഇവിടെ കോൺഫ്ലിക്ട്സും ബാക്കി പ്രശ്നങ്ങളും ഒരാളെ കുറ്റപ്പെടുത്തുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കുമ്പോഴേക്കും കറക്റ്റായിട്ടുള്ള ഒരു കൺക്ലൂഷനിൽ അവർക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് സിനിമ. അതുപോലെ ഉർവശിയുടെ കഥാപാത്രത്തിൻ്റെ ഒരു ഡെപ്ത്, ക്യാരക്ടറിൻ്റെ ഒന്നും ഇല്ല. ഇനി ഞാൻ എന്തിനു ജീവിച്ചിരിക്കണം എന്ന് വരെ തോന്നിപ്പോകുന്ന തരത്തിലുള്ള അവരുടെ ആ സമയത്തൊക്കെയുള്ള ആ കഥാപാത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ആ നറേറ്റീവൊക്കെ ഗംഭീരമാണ്. അതിനപ്പുറം നന്നായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സ്ലോ പേസിൽ പോകുന്ന പടമാണ്, ഇമോഷണലാണ്, നല്ലൊരു കിടിലൻ ക്ലൈമാക്സ് ഉണ്ട്. എന്നിരുന്നാലും അവിടെ ആയിട്ട് എനിക്ക് കുറച്ച് കോമഡി ആയിട്ടൊക്കെ ഫീൽ ചെയ്തു. കുറച്ച് ഡയലോഗ് അതൊക്കെ എനിക്ക് തോന്നിയതായിരിക്കാം, മൊത്തത്തിൽ അങ്ങനെ ആയിരിക്കില്ല, നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കില്ല. പക്ഷേ എനിക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു ഡാർക്ക് ഹ്യൂമർ സിനിമയല്ല. ഇപ്പം ഈമയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ചിരി വരുന്നുണ്ട്. അത് അവരങ്ങനെ പർപ്പസ്ഫുള്ളി ചെയ്ത കാര്യങ്ങളാണ്. ഇത് അങ്ങനെ ഒരു ഡാർക്ക് ഹ്യൂമറിൽ കൊണ്ടുപോകേണ്ട ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ചിലയിടങ്ങളിൽ അത്, പക്ഷേ ആ ഒരു സീൻ കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ പുതിയ കോൺഫ്ലിക്ട്സ് വരുമ്പോഴും അവരുടെ പെർഫോമൻസും കഥ സ്റ്റോറി ബിൽഡായി പോകുമ്പോഴൊക്കെ ഇതൊക്കെ അങ്ങ് വിട്ടുപോകും. അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഇത് പിടിച്ചു പോകണില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ സീനല്ല അത്. എന്നിരുന്നാലും ഒരു എക്സാമ്പിൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ, അലൻസിയറിൻ്റെ കഥാപാത്രം ഒരു സീനിൽ പറയുന്നുണ്ട്,
ഞാനറിയാത്ത എന്തൊക്കെ ഇനി കുടുംബത്തിൽ നടക്കുന്നുണ്ടെന്ന്. അത് അവിടെ ആ പ്ലേസ് ചെയ്ത സമയത്ത് കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് ഇതൊക്കെ ചില സിറ്റുവേഷനിൽ ചില ആൾക്കാർ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഡയലോഗ് ഡെലിവറിയോ ഡയലോഗ് എഴുതി കൊടുത്തിരിക്കുന്നതിന് എന്ത് പ്രശ്നമെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല. അവിടെയൊക്കെ പലയിടത്ത് സിനിമയായിട്ടുള്ള കണക്ഷൻ എനിക്ക് വിട്ടുപോയിട്ടുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു വന്നിട്ടുണ്ട്. ആ സീനുകളൊക്കെ ഗംഭീരമായിട്ട് ആസ്വദിക്കാനും സാധിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ അവസാനം ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും അതിനിടയിൽ കൊണ്ടുവരുന്ന രംഗങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ പോകുന്നുണ്ട്. അത് ഒരു നല്ല വിഷയമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആ ഒരു ഇതുണ്ടല്ലോ, ഒരു ഇതിന് എങ്ങനെയായിരിക്കും എന്താവും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തി തന്നെയാണ് സിനിമ പോകുന്നത്. സിനിമയിലെ ഒരു സമയത്ത് നമ്മൾ ഈ വിഷയത്തിനെ നമ്മളായിട്ടൊന്ന് അനലൈസ് ചെയ്യും. ഇതിങ്ങനെയാണ്, ഇതാണ് ഇതിൻ്റെ ശരിയെന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് നമ്മൾ വേറെ രീതിയിൽ ചിന്തിപ്പിക്കുന്ന രീതിയിൽ അടുത്തടുത്ത സിറ്റുവേഷൻസ് വരുന്നു, സീനുകൾ വരുന്നു. അപ്പോൾ നമ്മൾ കൂടുതലേക്കും ഈ കഥാപാത്രങ്ങളിലേക്ക് ചേർന്ന് പോകാനായിട്ട് പലപ്പോഴും പറ്റിയിട്ടുണ്ട്. ചിലർക്ക് ഈ സിനിമ നന്നായിട്ട് ഇമോഷണലി കണക്റ്റായി വർക്കാവാനുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് ചിലപ്പോൾ സീരിയൽ പോലെയൊക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മേക്കിങ്ങിൽ ഒരിടത്തും അങ്ങനെ ഒരു ഇത് പോയിട്ടില്ല. മേക്കിംഗ് ഒക്കെ അതിൻ്റെ മാക്സിമം റിയലിസ്റ്റിക് ആയിട്ട് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു ഈമയവൊന്നും എക്സ്പെക്ട് ചെയ്ത് ആരും പോകേണ്ടതില്ല. അത്രയ്ക്കൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.